ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 7ാം ക്ലാസ്സിലെ മനസ്സിലെ കിളി എന്ന പാഠഭാഗമാണ്. ഇതൊരു ബംഗാളി കഥയാണ്. രചയിതാവ് വിമലേന്ദ്ര ചക്രവർത്തി. പ്രകൃതിയുടെ സൗന്ദര്യം മനോഹരമായി വർണ്ണിക്കുന്ന സുന്ദരമായ കഥയാണ് മനസ്സിലെ കിളി. അപ്പോൾ നമുക്ക് ഈ കഥയുടെ ആശയം ലളിതമായി തന്നെ മനസ്സിലാക്കാം. ഒരു വേനലവധിക്കാലം. പിക്ലുവിന് സ്കൂളില്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിക്ലു എന്ന ബാലനാണ് കഥയിലെ പ്രധാന കഥാപാത്രം. അവന് വേനലവധിക്കാലമായതുകൊണ്ട് തന്നെ സ്കൂൾ പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവന് സ്കൂളില്ല. എങ്കിലും സ്കൂളില്ലെങ്കിൽ സാധാരണ കുട്ടികൾ കുറേ നേരം കിടന്നുറങ്ങി വൈകിയല്ലേ എഴുന്നേൽക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കുട്ടിയാണ് നമ്മുടെ പിക്ലു. അവൻ രാവിലെ തന്നെ നേരത്തെ തന്നെ ഉണർന്നു. ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ എപ്പോഴാണ് ഉണരുന്നത്? എന്തായാലും പിക്ലു അതിരാവിലെ തന്നെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി. പക്ഷേ പൂന്തോട്ടത്തിലെത്തിയപ്പോഴും അവന് വലിയ ആനന്ദം തോന്നിയില്ല. അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു. എന്താണ് കാരണം? അതിരാവിലെ തന്നെ പിക്ലു കിളികളുടെ പാട്ട് കേട്ട് ഉണരാറുണ്ട്. കിളികൾ രാവിലെ തന്നെ പാടുന്ന കളകളം പാട്ടുകൾ. അപ്പോൾ അങ്ങനെ കിളികളുടെ പാട്ട് കേൾക്കാതെ അവൻ അവിടെ നോക്കി. കിളികളെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ആ പ്രകൃതിയിലെ സുന്ദരമായ കിളികളുടെ കിളിക്കൊഞ്ചൽ കേൾക്കാതെ അവൻ കിളികളെ തിരഞ്ഞു. അവൻ പക്ഷികളെ കണ്ടെത്തി. അതാ അവിടെ കുരുവിയും വായാടിക്കിളിയും ബുൾബുൾ തത്തയും അങ്ങനെ ഒരുപാട് പക്ഷികൾ അവൻ കണ്ടു. അവയെല്ലാം പാട്ടുപാടിക്കൊണ്ട് അവനെ എതിരേറ്റു. അങ്ങനെ ആഹ്ലാദത്തോടെ അവൻ ഗേറ്റിന് വെളിയിലെത്തി. അപ്പോൾ മഞ്ഞച്ചുണ്ടുള്ള 2 മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പാറിപ്പോയി. സന്തോഷത്താൽ അവൻ കൈകൊട്ടി. അപ്പോൾ ഈ പിക്ലു എന്ന് പറയുന്ന കുട്ടി പ്രകൃതിയെയും അതേപോലെ കിളികളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ രാവിലെ തന്നെ കിളികളുടെ ശബ്ദം, കളകളാരവം കേട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് രാവിലെ കിളികളുടെ ശബ്ദമൊന്നും കേൾക്കാതെ അവൻ പുറത്തെത്തി നോക്കിയപ്പോൾ അന്ന് അവൻ പിന്നീട് കുറച്ച് നേരം നോക്കിയപ്പോൾ അവന് പക്ഷികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ആ പക്ഷികൾ അവനെ കളകളാരവത്താൽ അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. പിന്നെ തേനീച്ച മുരണ്ടു. ഒരു തേനീച്ചയുടെ മുരളലും അവിടെ കേട്ടു. അങ്ങനെ രാത്രിയായി. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഉറക്കമായിരുന്നു. അപ്പോഴും നമ്മുടെ പിക്ലു ഉണർന്നു. ഒരു മൈന കൂട്ടിൽ പിടയ്ക്കുന്ന ഒരു ദൃശ്യമാണ് അവൻ കണ്ടത്. അപ്പോൾ ഒരു മൈനയെ പിടിച്ച് കൂട്ടിലിട്ടിരിക്കുന്നു. ഇത് കണ്ട് പിക്ലുവിന് അതിയായ വിഷമമുണ്ടായി. പക്ഷികളെയും കിളികളെയും പൂക്കളെയും ഒക്കെ എത്രയേറെ സ്നേഹിക്കുന്ന പിക്ലുവിന് ഇതുപോലെ ഒരു പക്ഷിയെ പിടിച്ച് കൂട്ടിലിടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഇത് ചെയ്തത്, ആരാണ് ഈ മൈനയെ പിടിച്ച് കൂട്ടിലിട്ടത് എന്ന് അറിയാൻ വേണ്ടി അമ്മയോട് അവൻ ചോദിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, അവൻ്റെ ചേട്ടൻ, പിക്ലുവിൻ്റെ ചേട്ടനായ ടോട്ടൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മൈനയെ. അതിൻ്റെ കാല് കെട്ടി കൂട്ടിലിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. മൈനയെ നോക്കിയപ്പോൾ അവനൊരുപാട് വിഷമം വന്നു. കാരണം ആ മൈന ഒരുപാട് സങ്കടത്തിലാണ്. അതിനെ കൂട്ടിലിട്ടാൽ അതിന് സന്തോഷമുണ്ടാകുമോ? പാറി നടക്കാനാണ് പക്ഷികൾക്കെല്ലാം ഇഷ്ടം. അപ്പോൾ അതിനെ ഇങ്ങനെ കൂട്ടിലിട്ടതുകൊണ്ട് തന്നെ അതൊന്നും തിന്നുന്നില്ല. അതൊരുപാട് സങ്കടത്തിലാണ്. മാത്രമല്ല പിക്ലു ഒരു കാര്യം കൂടി കണ്ടു. കരയുക കൂടി ചെയ്യുന്നു. ആ കിളി കരയുക കൂടി ചെയ്യുകയാണ്. തന്നെ കെട്ടി കൂട്ടിലിട്ടതിൻ്റെ വിഷമത്തിൽ, വേദനയിൽ അത് കരയുകയാണ്. ഇത് കണ്ട് പിക്ലുവിനും സങ്കടമായി. ഇങ്ങനെയുള്ള പക്ഷിയുടെ കരച്ചിൽ കേട്ട്, പക്ഷിയുടെ ദുഃഖം കണ്ട് പിക്ലുവിനും എന്തായി? സങ്കടമായി. മാത്രമല്ല കരച്ചിലുള്ളത് കൊണ്ട്, ഈ കിളിയുടെ കരച്ചിൽ കേട്ടിട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നുമില്ല. അപ്പോൾ ഈ പിക്ലു പൂന്തോട്ടത്തിൽ വരുന്ന പക്ഷികളെയൊക്കെ നോക്കി നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പക്ഷികൾ പൂന്തോട്ടത്തിൽ വന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിക്ലുവിന് ഒരാശയം തോന്നിയത്. ഈ കിളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരാശയം പിക്ലുവിൻ്റെ മനസ്സിൽ വന്നു. പിക്ലു എന്തു ചെയ്തു? പിക്ലു പെട്ടെന്ന് തന്നെ കസേരയെടുത്ത് അതിൻ്റെ മേലെ കയറി നിന്ന് ആ കിളിയെ അടച്ചിരുന്ന കൂട് തുറന്നു. അപ്പോൾ അത് അവനെ നോക്കി. കാലിലെ കെട്ടഴിച്ച് മൈനയെ തലോടി. അവൻ അമ്മയെ വിളിച്ചു. മുറിഞ്ഞ കാലിൽ പുരട്ടാൻ തൈലവുമായി വന്ന അമ്മ അതിൻ്റെ കാലിൽ തൈലം പുരട്ടി.
അപ്പോൾ അതിന് മൈനയ്ക്ക് ആശ്വാസം തോന്നി. മൈന പിക്ലുവിനെ നോക്കി ചിരിച്ചു. പിന്നെ മൈന പാട്ട് പാടാൻ തുടങ്ങി. മൈനയ്ക്കുണ്ടായിരുന്ന കൂട്ടിലടച്ചപ്പോൾ ഉണ്ടായിരുന്ന സങ്കടം ഒക്കെ മാറി, കരച്ചിലൊക്കെ മാറി. ഇപ്പോൾ സന്തോഷത്തോടെ ചിരിയോടെ ആ മൈന പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഇങ്ങനെ കരച്ചിൽ കേട്ട് പൂന്തോട്ടത്തിൽ വരാതിരുന്ന പക്ഷികളൊക്കെ ഈ കിളിയുടെ പാട്ട് കേട്ടപ്പോൾ, സന്തോഷത്തോടെയുള്ള മൈനയുടെ പാട്ട് കേട്ടപ്പോൾ ആ കിളികളെല്ലാം പൂന്തോട്ടത്തിലെത്തി. എന്നിട്ട് മൈന മരക്കൊമ്പിലേക്ക് പറന്നുപോയി. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറന്നു. അതിനുശേഷം ആ മൈന അവിടെ നിന്നും ദൂരേക്ക് പറന്നുപോയി. ഈ സന്തോഷം കൊണ്ട് മൈനയെ പുറത്തു വിട്ടപ്പോഴുണ്ടായ പ്രകൃതിക്കും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ടായി. അപ്പോൾ മൈനയെ കൂട്ടിലടച്ചപ്പോഴുണ്ടായ ദുഃഖം കൊണ്ട്, വിഷമം കൊണ്ടാണ് കിളികളൊന്നും പൂന്തോട്ടത്തിൽ വരാതിരുന്നത്. എന്നാൽ മൈനയെ തങ്ങളുടെ കൂടെയുള്ള സഹജീവിയെ തുറന്നു വിട്ടപ്പോഴുണ്ടായ ആനന്ദം കൊണ്ട് കിളികളെല്ലാം അവിടെ എത്തി. തുമ്പികൾ ചിറക് വിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചയും പൂമ്പാറ്റയും പൂക്കളുടെ ചുറ്റും ഇളകിയാടി. എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ സന്തോഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആനന്ദത്തിലേക്ക്, ഒരു മൈനയെ തുറന്നു വിട്ടപ്പോൾ ജീവജാലങ്ങളും പൂമ്പാറ്റയും തുമ്പിയും പൂക്കളുമെല്ലാം സന്തോഷിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ പിക്ലുവിന് എന്താണ്? ദുഃഖമാണ്. ഇപ്പോഴും പിക്ലുവിന് ദുഃഖം തന്നെയാണ്. മൈനയെ തുറന്നു വിട്ടു, സന്തോഷത്തോടെ പാട്ടുപാടി. അത് കണ്ട് മറ്റുള്ള പക്ഷികളും ശലഭങ്ങളും തുമ്പികളും ഒക്കെ പറന്നു വന്ന് പൂക്കളുടെ ചുറ്റും നൃത്തം ചെയ്ത് ആഹ്ലാദം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ എന്താണ്, പിക്ലുവിന് അപ്പോഴും സന്തോഷമുണ്ടായില്ല. പിക്ലുവിൻ്റെ മനസ്സിലൊരു ദുഃഖമായിരുന്നു. എന്തിനാണ് പിക്ലു ദുഃഖിച്ചത്? പിക്ലു ചിന്തിക്കുകയായിരുന്നു, ആ പറന്നുപോയ മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ? ഇപ്പോൾ അത് കാട്ടിലേക്ക് പോയാൽ തന്നെ അതിനൊരു അഭയം കണ്ടെത്താൻ പറ്റുമോ? അത് പോയാലും അതിൻ്റെ അമ്മയുടെ അടുത്ത് എത്തുമോ? വീട്ടിലേക്കുള്ള വഴി, അതായത് മൈനയുടെ വീട് എവിടെയാണ്, അവിടേക്കുള്ള വഴി എവിടെയാണ് എന്ന് ആ മൈനയ്ക്ക് അറിയാമോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓർത്ത് പിക്ലുവിന് അപ്പോഴും വിഷമമാണ്. അപ്പോൾ താൻ തുറന്നു വിട്ടെങ്കിൽ പോലും ആ മൈന തൻ്റെ വീട്ടിൽ തൻ്റെ അമ്മയുടെ അടുത്ത് എത്തുമോ എന്നാലോചിച്ച് പിക്ലു ദുഃഖിച്ചു. അങ്ങനെയാണെങ്കിലും പിറ്റേന്ന് സന്തോഷകരമായ ഒരു കാര്യമാണ് ഉണ്ടായത്. പിറ്റേന്ന് രാവിലെ ആരോ പേര് വിളിക്കുന്നത് പോലെ പിക്ലുവിന് തോന്നി. ആരോ പിക്ലു എന്ന് വിളിക്കുന്നത് പോലെ പിക്ലുവിന് തോന്നി. അപ്പോൾ പിക്ലു പുറത്തു പോയി നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? പൂമരക്കൊമ്പിൽ ഇന്നലെ തുറന്നു വിട്ട മൈന ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച, മൈന അമ്മയെ കണ്ടെത്തുമോ എന്നായിരുന്നു പിക്ലുവിന് സംശയം. ഇപ്പോഴിതാ അമ്മയുടെ കൂടെ അവൻ വന്ന് പൂമരക്കൊമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് അതിയായ ആഹ്ലാദം ഉണ്ടാകുന്ന പിക്ലു അമ്മയെയും അച്ഛനെയും ചേട്ടനെയും എല്ലാം വിളിച്ച് ഈ സുന്ദര ദൃശ്യം, ഈ മൈന തിരിച്ചു വന്ന് അതിൻ്റെ അമ്മയോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സുന്ദര ദൃശ്യം കാണിച്ചു കൊടുത്തു. അവൻ ഒരുപാട് സന്തോഷമുണ്ടായി ഈ കാഴ്ച കണ്ടപ്പോൾ. അവൻ്റെ ദുഃഖമൊക്കെ മാറി. അവൻ ആർപ്പ് വിളിച്ചു, ഹായ് ഹായ് ഹൂയ്. അവൻ്റെ മനസ്സിൽ ഒരുപാട് ആഹ്ലാദമാണ് ഉണ്ടായത്. ആ പക്ഷി അമ്മയെ കണ്ടെത്തി അമ്മയോടൊപ്പം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒട്ടേറെ സന്തോഷം പിക്ലുവിൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ അത്ര ആഹ്ലാദം ഉണ്ടായപ്പോൾ തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവമാണ് പിക്ലുവിനുണ്ടായത്. ഇതാണ് ഈ കഥയുടെ ഒരു ചുരുക്കമെന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട് മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ മനസ്സിലെ കിളി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിക്ലു എന്ന ചെറിയ കുട്ടിയുടെ സന്തോഷങ്ങളും പ്രകൃതിയോടുള്ള, കിളികളോടുള്ള അവൻ്റെ സ്നേഹവും, കിളികളോടുള്ള കരുതലും വാത്സല്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് പകർന്നു തരുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. നമ്മുടെ കൂടെയുള്ള ജീവജാലങ്ങളെ, പൂക്കളെ, പുഴകളെ, കിളികളെയൊക്കെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിയണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരായി മാറുന്നത്. അങ്ങനെ പക്ഷികളെയും കിളികളെയും അവരുടെ കളകളാരവത്തെയും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കിളിയെ നയിച്ചപ്പോഴുണ്ടായ ഒരാനന്ദമാണ് അവസാനം പിക്ലു അനുഭവിക്കുന്നത്. അപ്പോൾ പക്ഷികളെ പിടിച്ച് കൂട്ടിലിട്ട് അവയുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കാതെ, അവയെ യഥേഷ്ടം പറക്കാൻ അനുവദിച്ചുകൊണ്ട്, പ്രകൃതിയിൽ കടന്നുകയറ്റം നടത്താതെ, പ്രകൃതിയെ നശിപ്പിക്കാതെ, ചൂഷണം ചെയ്യാതെ, കിളികളെയും അതേപോലെ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയും ഒന്നും ചൂഷണം ചെയ്യാതെ അവയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അവയെ
പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മളൊക്കെ നോക്കേണ്ടത് എന്നാണ് ഈ മനോഹരമായ കഥ നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് ഈ കഥയുടെ ആശയം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഇനി വീണ്ടും വരും. താങ്ക് യു.